ഈ ക്വസ്റ്റ്യൻ നോക്കാം. ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു പൈ ബൈ ടു ടാൻ 2x ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് പൈ ബൈ ടു. ഇതെങ്ങനെ ചെയ്യാൻ പറ്റും? ഇതൊരു ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ശ്രദ്ധിച്ചിരിക്കണം. ആദ്യം തന്നെ നമുക്ക് ക്വസ്റ്റ്യൻ എഴുതാം. ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു പൈ ബൈ ടു ടാൻ 2x ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് പൈ ബൈ ടു. ഒരു ഇൻഡയറക്റ്റ് ആയിട്ടുള്ള പ്രോബ്ലം ആണ്. നമ്മൾ ഇതിനു മുമ്പ് ചെയ്ത പ്രോബ്ലംസുകളെല്ലാം എക്സ് ടെൻഡിങ് ടു 0 ആയിരുന്നു. ട്രിഗണോമെട്രി വരുന്ന എല്ലാ ലിമിറ്റും ഇതിനു മുമ്പ് ചെയ്തപ്പോഴെല്ലാം എക്സ് ടെൻഡിങ് ടു 0 എന്നായിരുന്നു. ഇവിടെ അങ്ങനെയല്ല. എക്സിന് ഡയറക്റ്റായിട്ട് പൈ ബൈ ടു കൊടുത്താൽ കിട്ടില്ല. കാരണം എക്സിന് പൈ ബൈ ടു കൊടുത്തു കഴിഞ്ഞാൽ ഡിനോമിനേറ്റർ 0 വരും. അപ്പോൾ എക്സിന് നേരിട്ട് പൈ ബൈ ടു കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ ഇവിടെ ഞാനൊരു മെത്തേഡ് പറഞ്ഞുതരാം. ശ്രദ്ധിച്ചിരിക്കണേ. എക്സ് ടെൻഡിങ് ടു പൈ ബൈ ടു മീൻസ് എന്താണ് ഇതുകൊണ്ട് മീൻ ചെയ്യുന്നത്? എക്സ് ഈക്വൽ ടു പൈ ബൈ ടു ആയി എന്നാണോ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അല്ല. എക്സ് ടെൻഡിങ് ടു പൈ ബൈ ടുവിൻ്റെ അർത്ഥം എന്താണ്? എക്സിൻ്റെ വാല്യൂ പൈ ബൈ ടുവിന് നിയറസ്റ്റ് ആണെന്ന് മാത്രമേ അർത്ഥമുള്ളൂ. എക്സിൻ്റെ വാല്യൂ പൈ ബൈ ടുവിന് നിയറസ്റ്റ് ആകുമ്പോൾ ഈ എക്സ്പ്രഷൻ ഏത് നമ്പറിന് നിയറസ്റ്റായി മാറും. അതാണ് ഇതിൻ്റെ ആക്ച്വൽ മീനിങ്. അപ്പോൾ എക്സ് ടെൻഡിങ് ടു പൈ ബൈ ടുവിൻ്റെ യഥാർത്ഥ മീനിങ് എന്താണ്? എക്സ് ഈക്വൽ ടു പൈ ബൈ ടു എന്നല്ല, എക്സ് ഈക്വൽ ടു പൈ ബൈ ടു മൈനസ് ഓർ പ്ലസ് എ വെരി വെരി സ്മോൾ നമ്പർ അല്ല. എക്സ് ഈക്വൽ ടു പൈ ബൈ ടു മൈനസ് എ വെരി വെരി സ്മോൾ നമ്പർ. അതായത് ഉദാഹരണത്തിന് പൈ ബൈ ടു മൈനസ് 0.0001 എന്ന് പറയുമ്പോൾ പൈ ബൈ ടുവിന് വളരെ നിയറസ്റ്റ് ആണെന്നല്ല അതിൻ്റെ അർത്ഥം അല്ലേ. ഉദാഹരണത്തിന് 3 മൈനസ് എ വെരി വെരി സ്മോൾ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3ക്ക് നിയറസ്റ്റ് ആണ് എന്നുള്ളൊരു അർത്ഥം ഉണ്ടല്ലോ. അപ്പോൾ എക്സ് ഈക്വൽ ടു പൈ ബൈ ടു എന്ന് ഇട്ട് കൊടുക്കാൻ ശരിയാവില്ല. കാരണം ഡിനോമിനേറ്റർ 0 ആവും. അപ്പോൾ എക്സിന് പകരം പൈ ബൈ ടു മൈനസ് എ വെരി വെരി സ്മോൾ നമ്പർ എച്ച്. അതിൽ എച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെരി വെരി സ്മോൾ എന്ന് കാണിക്കാൻ എച്ചിന് ടെൻഡിങ് ടു 0 എന്ന് കൊടുത്താൽ മതി. ഒരു കാര്യം ശ്രദ്ധിക്കണം. എക്സിന് ഒന്നുകിൽ പൈ ബൈ ടു മൈനസ് എച്ച് കൊടുക്കാം, അതല്ലെങ്കിൽ പൈ ബൈ ടു പ്ലസ് എച്ച് കൊടുക്കാം. രണ്ടോ ആയാലും എക്സ് പൈ ബൈ ടുവിന് വളരെ വളരെ നിയറസ്റ്റ് ആണ്. അതിൽ ആ എച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെരി വെരി സ്മോൾ. ഈ ഒരു പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ ഇങ്ങനെ ചെയ്യാനേ പറ്റുള്ളൂ. നമ്മൾ ട്രിഗണോമെട്രിയുടെ ലിമിറ്റിലെല്ലാം ടെൻഡിങ് ടു 0 ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് അപ്പോൾ ക്വസ്റ്റ്യൻ ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു പൈ ബൈ ടു എന്ന് പറയുമ്പോൾ എക്സിൻ്റെ വാല്യൂ പൈ ബൈ ടുയിലോട്ട് അപ്രോച്ച് ചെയ്യും തോറും ഈ എച്ചിൻ്റെ വാല്യൂ 0 ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എക്സ് ടെൻഡിങ് ടു പൈ ബൈ ടു എന്ന് പറഞ്ഞാലും എച്ച് ടെൻഡിങ് ടു 0 എന്ന് പറഞ്ഞാലും സെയിം സിറ്റുവേഷനാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. എക്സ് കാണുന്നിടത്തെല്ലാം പൈ ബൈ ടു മൈനസ് എച്ച് എന്ന് കൊടുക്കാം. ഇത് എവിടെ കണ്ടില്ലേ? എക്സ് കാണുന്നിടത്തെല്ലാം പൈ ബൈ ടു മൈനസ് എച്ച് എഴുതാൻ പോവാണ്. അപ്പോൾ ടാൻ ഓഫ് 2 ഇൻറ്റു പൈ ബൈ ടു മൈനസ് എച്ച്. 2 ഇൻറ്റു പൈ ബൈ ടു മൈനസ് എച്ച് ടാനിനുള്ളിലാണ്. എക്സ് കാണുന്നിടത്ത് പൈ ബൈ ടു മൈനസ് എച്ച് ഇട്ട് കൊടുത്തു. അപ്പോൾ താഴെ എക്സ് കാണുന്നിടത്ത് പൈ ബൈ ടു മൈനസ് എച്ച് കൊടുക്കണം. താഴെ എക്സ് ഇല്ലേ? പൈ ബൈ ടു മൈനസ് എച്ച് പിന്നൊരു മൈനസ് പൈ ബൈ ടു ഉണ്ട്. ഇങ്ങനെ വേണം ഈ പ്രോബ്ലം ചെയ്യാൻ. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യാൻ പറ്റും? അടുത്ത സ്റ്റെപ്പിൽ നമുക്കിതൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. ദാറ്റ് ഈസ് ലിമിറ്റ് എച്ച് ടെൻഡിങ് ടു 0 ടാൻ അല്ലേ. ടാൻ ഇവിടെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ 2 ഇൻറ്റു പൈ ബൈ ടു. 2 ഇൻറ്റു പൈ ബൈ ടുവിൽ 2 വെട്ടിപ്പോവും. 2 വെട്ടിപ്പോയിട്ട് പൈ കിട്ടും. മൈനസ് 2 ഇൻറ്റു എച്ച്. 2h ആണ്. താഴെയാണെങ്കിൽ പൈ ബൈ ടു ക്യാൻസലായിട്ട് മൈനസ് എച്ച് കിട്ടും. അടുത്ത സ്റ്റെപ്പിൽ ലിമിറ്റ് എച്ച് ടെൻഡിങ് ടു 0 ടാൻ 180 മൈനസ് തീറ്റ ഫോമിലാണ്. പൈ എന്ന് പറഞ്ഞാൽ 180 അല്ലേ.
ടാൻ 180 മൈനസ് തീറ്റ മൈനസ് ടാൻ തീറ്റ. അതെങ്ങനെ മനസ്സിലായി? 180 മൈനസ് തീറ്റ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ക്വാഡ്രൻ്റ് അല്ലേ? 180 മൈനസ് തീറ്റ എന്ന് പറയുമ്പോൾ 180നേക്കാളും സ്വല്പം കുറവാണ്. അപ്പോൾ 180 അല്ലേ, പൈ മീൻസ് 180 മൈനസ് 2h വളരെ ചെറിയൊരു നമ്പറാണല്ലോ. 180 മൈനസ് തീറ്റ സെക്കൻഡ് ക്വാഡ്രൻ്റ് ആണ്. സെക്കൻഡ് ക്വാർട്ടറിൽ സൈൻ മാത്രമേ പോസിറ്റീവ്, ബാക്കിയെല്ലാം നെഗറ്റീവാണ്. അതുകൊണ്ട് ടാൻ 180 മൈനസ് 2h മൈനസ് ടാൻ 2h എന്ന് എഴുതണം. താഴെ മൈനസ് h ഉണ്ട്, അത് എഴുതി. ഇവിടെ മൈനസും വെട്ടിപ്പോവും അല്ലേ? അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ ലിമിറ്റ് h ടെൻഡിങ് ടു 0. നമ്മൾ സൈൻ ബൈ h അല്ല, അങ്ങനെയല്ലേ പഠിച്ചിട്ടുള്ളത്, ടാൻ പഠിച്ചിട്ടില്ല. നമുക്ക് എന്ത് ചെയ്യാം? അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് ടാനിന് സൈൻ ബൈ കോസ് എന്ന് എഴുതാം. ടാൻ 2h എങ്ങനെ എഴുതാം? സൈൻ 2h ബൈ കോസ് 2h എന്ന് എഴുതിയാലോ. സൈൻ തീറ്റ ബൈ കോസ് തീറ്റ ടാൻ തീറ്റയാണ്. താഴെ h ഉണ്ട്, മൈനസ് ക്യാൻസലായി എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അടുത്ത സ്റ്റെപ്പിൽ ലിമിറ്റ് h ടെൻഡിങ് ടു 0. ഈ കോസ് 2h താഴേക്ക് വരും. ഞാൻ ഇങ്ങനെ ഒരു അറേഞ്ച്മെൻറ്റ്, ഒരു സ്റ്റെപ്പ് കുറയ്ക്കുകയാണ്. 1 ബൈ കോസ് 2h ഇൻറ്റു സൈൻ 2h ബൈ h ഇങ്ങനെ ഒന്ന് എഴുതിയാലോ. ശരി തന്നെയാണ്, കോസ് 2h താഴേക്ക് പോയല്ലോ. അപ്പോൾ സൈൻ 2h മുകളിലുണ്ട്, താഴെ കോസ് 2h ഇൻറ്റു h ഉണ്ടാവും. യെസ്, താഴെ കോസ് 2h ഇൻറ്റു h ഉണ്ട്. അതൊന്ന് ഇതുപോലെ അറേഞ്ച് ചെയ്ത് എഴുതിയതാണ്. നമുക്കിനി ലിമിറ്റ് അപ്ലൈ ചെയ്യാം. ഇത് സെപ്പറേറ്റ് ടേം ആയിട്ട് കരുതുക, ലിമിറ്റ് അപ്ലൈ ചെയ്യാൻ പോവാണ്. ഇവിടെ 1 ബൈ കോസ് 2h h ടെൻഡിങ് ടു 0 ആകുമ്പോൾ എന്ത് സംഭവിക്കും? ഇവിടെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് hന് 0 കൊടുക്കാൻ പറ്റും. hന് 0 കൊടുക്കുമ്പോൾ ഇവിടെ കോസ് 0 വരും അല്ലേ? നോക്കിയേ, ഇവിടെ h 0 ആകുമ്പോൾ കോസ് 0 1 ആണ്. അപ്പോൾ ഇത് 1 ബൈ 1 വരും. ഇവിടെയോ സൈൻ 2h ബൈ h h ടെൻഡിങ് ടു 0 വന്നാൽ എന്ത് സംഭവിക്കും? സൈൻ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, റിസൾട്ട് സൈൻ nx ബൈ x n ആണെന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ സൈൻ 2h ബൈ h 2 ആണ്. സോ ആൻസർ ഈസ് 2.